എന്നാൽ എന്താണ് പാപം? എന്താണ് പാപമോചനം? പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ സകല ജനനദികളും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. കറുത്തവരെന്നോ വെളുത്തവരെന്നല്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ ശൂദ്രനോ വൈശ്യനെന്നോ ഇല്ല, ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നില്ല, ക്രിസ്തീയ മതവിശ്വാസികളെന്നില്ല. ഈ ഭൂമിയിലെ പരപ്പിലുള്ള സകല ജനങ്ങളും ഇന്നുള്ള 850 കോടി ജനങ്ങളും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തപ്പെട്ടവരാണ്. ഇന്ന് വരെ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവരും ഒരുപോലെ പാപത്തിൽ ജനിച്ചവരാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യ ജാതി ഉണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ടൊരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിൽ തന്റെ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി നിർത്തി. ഒരൊറ്റ പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചതല്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നത്രേ സകല ജാതികളും ലോകമെങ്ങും ഉണ്ടായി വന്നത്. അവൻ ദൈവത്തിന്റെ മകനായിരുന്നു, വിശുദ്ധനായിരുന്നു. അവൻ നിന്ന് തന്നെ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയേണ്ടതിന് ഭാര്യയെ കൊടുത്തു. ഭൂമിയിലെ സകല അധികാരങ്ങളും അവന് കൊടുത്തിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്തിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താന്റെ മകനും സന്തതിയും പാപിയുമായിട്ട് ദൈവത്തിന്റെ ശത്രുവായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ദൈവത്തിന് ശത്രുവായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ നിന്നത്രേ നാം എല്ലാവരും ജനിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുത്തൻ പോലും നല്ലവനില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞതാണ്.